വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റാറുള്ളത്. അല്ലാത്ത സമയമൊന്നും ചേട്ടനും കല്യാണം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ മിക്ക ദിവസവും കുറച്ച് നേരം ഇങ്ങനെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കല്യാണിക്കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അവളെ കാണുമ്പോഴാണ് വിഷമം, അവളെ കെയർ ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ. എവിടെ നമ്മൾ അങ്ങനെ ഒരു വിഷമം അവൾക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് അവളെ കൂടുതൽ കെയർ ചെയ്യുമ്പോഴേ അവളത് ചില രീതിയിലൊക്കെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ആൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ അവളപ്പോൾ നമ്മളുടെ അടുത്ത് സെൻറ്റിമെൻ്റലായിട്ടൊക്കെ വന്ന് പറയും, ഓ അമ്മയ്ക്ക് കൊണ്ടൻ ചേട്ടനെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ആൾ കാര്യം സാധിച്ചൊക്കെ എടുക്കും കേട്ടോ. ഇപ്പോൾ അവൾക്ക് അതൊരു ശീലമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടിയുടെ മൂക്കിൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ തൊലി പോകുന്നത് പോലെ കേട്ടോ, ഒരു കരിവാളപ്പ് പോലെ. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, കുറേ നെബുലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആണോ എന്നറിയില്ല എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ക്ലൈമറ്റിൻ്റെ ആകുമ്പോൾ പേടിക്കാനില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കണ്ണന് കൊടുക്കാണ്ട് ഞാൻ ചായയെങ്കിലും ഇരുന്ന് കുടിക്കുന്നത്. കണ്ണൻ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ച് മരുന്ന് കഴിക്കാനിരിക്കാൻ എൻ്റെ മേലൊക്കെ ആകെ തടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പലരും അലർജിയാന്ന് വെച്ചിട്ട് അലർജി മാറാനുള്ള കുറേ ടിപ്സൊക്കെ എനിക്ക് വന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് അലർജിയല്ല, എൻ്റെ ബ്ലഡിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്ന് പെട്ടിട്ടുണ്ട് പനി പിടിച്ച സമയത്ത്. അപ്പോൾ അതാണ്. അപ്പോൾ മെഡിസിൻ ഇപ്പോൾ എനിക്കിപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആ കഴിക്കാതിരിക്കുന്ന ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതിങ്ങനെ മേലൊക്കെ ആകെ തടിക്കും. അപ്പോൾ ആ മരുന്നെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലേ, കണ്ടില്ലേ ഇതുപോലെയാണ് ഇങ്ങനെ തടിപ്പ് വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഈ ഒരു ചുവപ്പ് കളർ വരുന്നിടത്ത് നല്ല പെയിനോട് കൂടിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ വയ്യാന്ന് പറഞ്ഞാലും നമുക്ക് പണികൾ എടുത്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും പിന്നൊക്കെ നോർമലാവും. ഇതിങ്ങനെ വരുമ്പോഴേ മെഡിസിൻ കഴിക്കുമ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ക്ഷീണമൊക്കെയാണ് കേട്ടോ. എപ്പോഴും ഒന്ന് കിടന്നാൽ മതി, പിന്നെ നമുക്ക് ബോഡിയൊക്കെ ആകെ വീർത്ത് മുട്ടിയിരിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. അലർജിയുടെ മരുന്ന് തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെയാണ് നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്ഷീണമാണ്, കിടക്കുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിപ്പോവും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്തൊക്കെ വയ്യാന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ കല്യാണിക്കുട്ടിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു സമാധാനമുള്ളത് കല്യാണിയും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും കണ്ണനും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ഈ കണ്ണൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ളതാണ് കേട്ടോ ഒരു സമാധാനമുള്ളത്. കല്യാണിക്കുട്ടിയും കൂടെ വീട്ടിലുണ്ടെങ്കിലേ നമുക്ക് ഒട്ടും റെസ്റ്റ് കിട്ടില്ല. കാരണം അവൾ കുഞ്ഞാണല്ലോ. അപ്പോൾ അവളുടെ പുറകിൽ നമ്മളൊരാൾ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അവളും കൂടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ്. പിന്നെ നമുക്ക് കണ്ണൻകുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അങ്ങനെ വേറൊരു കാര്യമായിട്ട് ഇതുവരെ തോന്നിയില്ല. അതിപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് കണ്ണൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് തോന്നിയിട്ടുള്ളത്.